സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി നമ്മിൽ തെളിദീപമായിതാ സത്യവചനം. വിടുതലായി രക്ഷയായി നവജീവനായിതാ സത്യവചനം. സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ. സത്യസത്യമായ എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നാം ഇന്ന് അല്പസമയം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 30 വരെ വേദഭാഗത്തെ ആധാരമാക്കി ഗോതമ്പ് ചെടിയും കളയും എന്നുള്ള ഒരു വിഷയമാണ്. പ്രിയരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഉപമകളിലൂടെയും ദൃഷ്ടാന്തങ്ങളിലൂടെയും ധാരാളം ആത്മീക സത്യങ്ങൾ ജനത്തെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിത്യജീവിതത്തിൽ സാധാരണയായിട്ട് കാണുന്ന അനുഭവിക്കുന്ന വസ്തുതകളാണ് ഉപമകൾക്കും ദൃഷ്ടാന്തങ്ങൾക്കും ആധാരമായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സ്വീകരിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാം. കാണാതെ പോയ ദ്രഹ്മ, കാണാതെ പോയ ആട്, ഫലം കായ്ക്കാത്ത അത്തി, കടലിലിടപ്പെടുന്ന വല, ധാരാളം ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ജീവിതഗന്ധിയായിട്ടുള്ള ഈ വക ദൃഷ്ടാന്തങ്ങളിലൂടെ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ എത്ര അയത്നലളിതമായിട്ടാണ് നമ്മുടെ കർത്താവ് അനാവരണം ചെയ്തിട്ടുള്ളത് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന സംഗതിയാണ്. നമ്മൾ ഈ ഉപമകളിലൂടെ നിന്ന് ഗോതമ്പ് ചെടിയും കളയും എന്ന വിഷയമാണ് നമ്മൾ ഇന്നത്തെ പരിചിന്തനത്തിന് എടുത്തിരിക്കുന്നത്. നമുക്ക് ആ വേദഭാഗത്തേക്ക് വരാം. മത്തായിയുടെ സുവിശേഷം 13-ന്റെ 24-25 വാക്യങ്ങളാണ്. ഗോതമ്പും കളയും ഒരേ നിലത്ത് വിതയ്ക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രാരംഭമായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ടുള്ളത്. 24-25 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശമാകുന്നു. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ച് പൊയ്ക്കളഞ്ഞു. സ്വർഗരാജ്യത്തിൻ്റെ സ്വഭാവം വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഉപമ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക. ഒരു വയൽ, ആ വയലിൽ വിതയ്ക്കുന്ന വിത്ത്, നല്ല വിത്ത് ഗോതമ്പ് മാത്രമല്ല, ഒരു കൃഷിക്കാരൻ, ഒരു ശത്രു, കള,
ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ വേദഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കൃഷിക്കാരൻ കർത്താവായ യേശുക്രിസ്തു, വയല് ഈ ലോകവും, വിത്ത് ദൈവത്തിൻ്റെ വചനവും, കള ശത്രു വിതയ്ക്കുന്ന ദുരുപദേശങ്ങളും ശത്രു പിശാചും ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകമാകുന്ന വയലിൽ കർത്താവായ യേശുക്രിസ്തു ആരംഭിക്കുകയും തൻ്റെ അപ്പസ്തോലന്മാരിലൂടെ തുടരുകയും ഇന്നും അനേക ദൈവദാസന്മാരിലൂടെയും ദാസിമാരിലൂടെയും ഈ ലോകത്തിൽ നിർവഹിക്കപ്പെട്ടുകൊണ്ടും ഇരിക്കുന്ന ഒരു പരിപാടിയാണ് ദൈവരാജ്യത്തിൻ്റെ പരിപാടി. ദൈവരാജ്യത്തിൻ്റെ പരിപാടി ഈ ലോകത്തിൽ നടത്തപ്പെടുന്നത് ദൈവവചനത്തിൻ്റെ പ്രസംഗത്തിലൂടെയാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ മനസ്സിലാക്കുക, ലോകത്തെമ്പാടും ഇന്ന് സുവിശേഷം നാനാ രീതിയിൽ പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ഫലമേൽപ്പിച്ചത്, നിങ്ങൾ ഭൂലോകത്തൊക്കെ പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിപ്പിൻ എന്നാണ്. അത് വിശ്വസിക്കുന്ന മനുഷ്യൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമുക്ക് അത് കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ലോകത്തെമ്പാടും ഇന്ന് നാനാവിധത്തിൽ വാമൊഴിയായും വരമൊഴിയായും റേഡിയോ, TV, സോഷ്യൽ മീഡിയയുടെ ധാരാളം സങ്കേതങ്ങൾ എന്നീ മാർഗങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഞങ്ങൾ സുവിശേഷം അറിയിക്കാനായിട്ട് പോയ കാര്യം ഓർക്കുകയാണ്. ഒരു ആദിവാസി കോളനിയിൽ ഞങ്ങൾ സുവിശേഷം അറിയിക്കാൻ ചെന്നപ്പോൾ ഞങ്ങളെ മനസ്സിലായതുകൊണ്ടായിരിക്കാം അവിടുത്തെ ഊരുമൂപ്പൻ വെളുക്കെ ചിരിച്ചുകൊണ്ട് ഞങ്ങളെ സ്വാഗതം ചെയ്തു. അദ്ദേഹവുമായിട്ട് സംസാരിച്ചു വന്നപ്പോൾ കാര്യം മനസ്സിലായി. അദ്ദേഹം പതിവായി ജീവസന്ദേശം ശ്രവിക്കുന്ന വ്യക്തിയാണ്, റേഡിയോയിലൂടെ ജീവസന്ദേശം ശ്രവിക്കുന്ന വ്യക്തി. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ സുവിശേഷം എല്ലാ നിലയിലും ഇന്ന് ലോകത്തെമ്പാടും ഇങ്ങനെ പ്രസംഗിക്കപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മിലെ പക്ഷേ അസ്വസ്ഥത ഉളവാക്കുന്ന വേറെ ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവവചനം വിതയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ വയലിൽ ശത്രുവായിട്ടുള്ള പിശാച് കള വിതയ്ക്കുന്നു എന്നുള്ളതാണ്. കള വിതച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ വയലിൽ ഇന്ന് വളരുന്നതെല്ലാം ഗോതമ്പാണ്, നല്ല വിത്താണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാനായിട്ട് പാടില്ല. ശത്രു വിതച്ച കള ധാരാളമായിട്ട് ഇന്ന് ഗോതമ്പിനിടയിൽ, ദൈവജനത്തിനിടയിൽ വളരുന്നുണ്ട് എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യബോധത്തോടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഗതിയാണ്. പലർക്കും ഇത് തിരിച്ചറിയാൻ പോലും സാധിക്കില്ല. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ അനവധി നമ്മുടെ സമൂഹത്തിലുണ്ട്. എല്ലാ നദികളും ഒരിടത്തേക്കാണ് ചെന്ന് ചേരുന്നത് എന്ന് ചിന്തിക്കുന്നത് പോലെയാണ് ആത്മീയ രംഗത്തെ കാര്യങ്ങളും എന്നാണ് പലരും ധരിക്കുന്നത്. ദൈവപുത്രനായ യേശുക്രിസ്തു താൻ ദൈവവചനം വിതച്ചു, തൻ്റെ വചനം തൻ്റെ സേവകർ വിതച്ചു. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശത്രുവായിട്ടുള്ള പിശാച് ഈ വയലിൽ കളയും വിതച്ചു. ഏതെല്ലാം തരത്തിലുള്ള ദുരുപദേശങ്ങളാണ്, സാത്താന്യ ഉപദേശങ്ങളാണ് ഇന്ന് ഈ ദൈവജനത്തിനിടയിൽ നിലനിൽക്കുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ടതും കുറിക്കൊള്ളേണ്ടതും ആയിട്ടുള്ള സംഗതിയാണ്. ഒരേ നിലത്ത്, ഒരേ ആകൃതിയിലും ഒരേ പ്രകൃതിയിലും ഇത് കാണപ്പെടുന്നു. നെല്ലും ഗോതമ്പും കളയും ഒരേ നിലത്ത് കാണപ്പെടുന്നു. ഇത് പലർക്കും തിരിച്ചറിയാൻ പോലും സാധിക്കുന്നില്ല എന്നുള്ള ഒരു ഭീകര യാഥാർത്ഥ്യം ഉണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ ഉറങ്ങിക്കിടന്നപ്പോൾ ശത്രു വന്ന് കള വിതച്ചു എന്നാണ് പറയുന്നത്. ശത്രു വന്നതും പോയതും കള വിതച്ചതൊന്നും ആർക്കും മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കളയാണെന്ന് പോലും തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല സാമാന്യ ജനത്തിന് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, ഈ ലോകമാകുന്ന വയലിൽ വിതച്ച ഗോതമ്പ് വിത്തും കളയുടെ വിത്തും അത് വളരുന്നത് ജനങ്ങളുടെ ഹൃദയത്തിലാണ്. അത് ഫലം കായ്ക്കുന്നത് മനുഷ്യ ഹൃദയങ്ങളിലാണ്. ദൈവവചനം ഫലം കായ്ക്കുന്നത് മനുഷ്യ ഹൃദയങ്ങളിൽ. ശത്രു വിതച്ച കളയും വളർന്നു വിളയുന്നത് മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാവേ, നിന്നിൽ നിറഞ്ഞിരിക്കുന്നതും നിന്നിൽ വളരുന്നതും നിന്നിൽ വിളഞ്ഞു നിൽക്കുന്നതും ദൈവപുത്രൻ വിതച്ച ഗോതമ്പിൻ്റെ ദൈവവചനത്തിൻ്റെ ഫലമാണോ അതോ ശത്രു വിതച്ച കളയാണോ എന്നുള്ളത് ഒരാത്മശോധന നടത്തണമേ എന്ന് അപേക്ഷിക്കുകയാണ്. രണ്ടാമത് നമുക്ക് നോക്കാം,
ഗോതമ്പും കളയും ഒരുമിച്ച് വളരുന്നു. 13:26-27 വാക്യങ്ങൾ. ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുടയവൻ്റെ ദാസന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന്, യജമാനനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്? പിന്നെ കള എവിടെ നിന്ന് എന്ന് ചോദിച്ചു. നല്ലവനായ കൃഷിക്കാരൻ തൻ്റെ നിലത്തിൽ നല്ല വിത്തായ ഗോതമ്പാണ് വിതച്ചത്. തൻ്റെ സേവകർക്കെല്ലാം അത് നിശ്ചയമുണ്ട്. പക്ഷേ കള എവിടെ നിന്ന്? കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത് വിശ്വസ്തനും സത്യവാനും എന്നാണ്. അവൻ വിതയ്ക്കുന്ന വിത്ത് ദൈവത്തിൻ്റെ വചനവും അങ്ങനെ തന്നെയാണ്. അത് സത്യവചനമാണ്. എന്നാൽ വഞ്ചകനും ശത്രുവുമായിട്ടുള്ള ഈ പിശാച് എന്താണ് ചെയ്തത്? സത്യവചനം വിതയ്ക്കപ്പെട്ടതിൻ്റെ നടുവിൽ അവൻ കള വിതച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാർ ദാവീദിന്റെ സന്തതിയായിട്ട് ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് പ്രസംഗിച്ചത്. സത്യസുവിശേഷമാണ് പ്രസംഗിച്ചത്. അവർ പ്രസംഗിച്ച സുവിശേഷത്തിൻ്റെ വയലിൽ ധാരാളം കളകൾ ഇന്ന് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് ഇരിക്കുകയാണ്. തന്ത്രപരമായിട്ടാണ് ശത്രു കള വിതച്ചത് എന്ന് നമുക്കറിയാം. പരസ്യമായിട്ടല്ല ഈ ശത്രുവിൻ്റെ പരിപാടി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യൻ ഉറങ്ങിയപ്പോൾ കള വിതച്ചു കടന്നുപോയി. വന്നതും പോയതും ഒന്നും ആരും അറിയുന്നില്ല. പിശാചിൻ്റെ പരിപാടി ഇങ്ങനെ തന്ത്രപൂർവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ നമുക്കറിയാം, ഈ ലോകമാകുന്ന വയലിൽ, മനുഷ്യ സമൂഹങ്ങളിൽ ഗോതമ്പും കളയും നിൽക്കുകയാണ്. ഏതാണ് സത്യം, ഏതാണ് മിഥ്യ, അത് തിരിച്ചറിയാനായിട്ട് പോലും പ്രയാസം. ആത്മീകമായ വിവേചനാശേഷി ഇല്ലാത്ത മനുഷ്യർക്ക് ഗോതമ്പും കളയും തിരിച്ചറിയാൻ പോലും സാധിക്കുകയില്ല എന്നുള്ള ഒരു സ്ഥിതി ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ക്രൈസ്തവ ഗോളത്തിൽ നമ്മൾ നോക്കുക, ദൈവവചനമായിട്ടുള്ള സത്യത്തോട് പാരമ്പര്യങ്ങൾ കൂട്ടിച്ചേർത്തിരിക്കുന്ന ആളുകൾ ബഹുഭൂരിപക്ഷമാണ്. അത് ദൈവവചനമെന്ന് പറയാൻ പറ്റില്ല. ശത്രു വിതച്ച കള എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ദൈവവചനത്തിന് തുല്യമായിട്ടുള്ളത് ദൈവവചനം മാത്രമാണ്. ആരുടെയും പാരമ്പര്യങ്ങളൊന്നും അതേൽ ഏച്ചു കെട്ടാനായിട്ട് അനുവാദമില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്, നീ അതിനോടൊന്നും കൂട്ടരുത്, ഒന്നും കുറയ്ക്കരുത്. അവൻ നിന്നെ വിചാരണ ചെയ്ത് നീ കള്ളനെന്ന് കാണാനായിട്ട് ഇടവരരുത്. പ്രിയപ്പെട്ടവരെ, ശത്രു ഇന്ന് കള വിതച്ചിരിക്കുന്നു. പലർക്കും തിരിച്ചറിയാൻ പറ്റില്ല. ഒരുപക്ഷേ കളകളാണിന്ന് തലയുയർത്തി നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ലോകത്തിൽ പലപ്പോഴും ക്രിസ്തീയതയെ പ്രതിനിധീകരിക്കുന്നത് തലയുയർത്തി നിൽക്കുന്ന ഈ പതിരായിട്ടുള്ള കുലകളാണ്. നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, ഒരു വയലിൽ തലയുയർത്തി നിൽക്കുന്നത് പതിരായിരിക്കും. അത് പറയുവാനായിട്ട് അധികം ഗവേഷണം നടത്തേണ്ട ആവശ്യമില്ല. ചുട്ടുകളയാണ് അതിൻ്റെ അവസാനം. നല്ല മണികൾ, നല്ല വിത്ത് എന്ന് പറയുന്നത് കുനിഞ്ഞ ശിരസോടെയായിരിക്കും നിൽക്കുക എന്നുള്ളതിന് സംശയമില്ല. നല്ല ഫലങ്ങൾ എപ്പോഴും അതാണ്. നല്ല ഫലങ്ങളുടെ പ്രത്യേകത, സുവിശേഷ സത്യങ്ങളാൽ നിറയപ്പെട്ടവരും അവർ പരിശുദ്ധാത്മ നിറവുള്ളവരും പരിശുദ്ധാത്മ മുദ്രയുള്ളവരും നിത്യജീവന് വേണ്ടി നിയമിക്കപ്പെട്ടവരും ആയിരിക്കും. വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവർ രക്ഷിക്കപ്പെട്ട ദൈവമക്കളായിരിക്കും. അവരാണ് നല്ല വിത്ത്, നല്ല ഗോതമ്പ് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. മൂന്നാമത് നമുക്ക് നോക്കാം, നല്ല വിത്തിനോടുള്ള ദൈവത്തിൻ്റെ മുൻകരുതൽ. 13-ാം അധ്യായത്തിൻ്റെ തന്നെ 28-29 വാക്യങ്ങൾ. അവിടെ ഈ കൃഷിക്കാരൻ്റെ ബാല്യക്കാർ പറയുകയാണ്, ഞങ്ങൾ പോയി കള പറിച്ച് കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അതിനവൻ, ഇല്ല, പക്ഷേ കള പറിക്കുമ്പോൾ ഗോതമ്പും കൂടി പിഴുതുപോകും, രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. ഇന്ന് ഗമയോടെ നല്ല ഗോതമ്പ് വയലിൽ കളകൾ തലയുയർത്തി നിൽക്കുന്നത് ദൈവത്തിൻ്റെ ഈ ദീർഘവീക്ഷണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കൊയ്ത്തോളം ഒരുമിച്ച് വളരാനുള്ള ഒരനുവാദം. ദൈവവചനമായിട്ടുള്ള നല്ല വിത്തുകളുമായിട്ട് പരിചയമുള്ള ആത്മീയ വിവേചനാശേഷിയുള്ള ആളുകൾക്ക് കളകളെ എക്കാലത്തും തിരിച്ചറിയാനായിട്ട് സാധിക്കും എന്നുള്ളതിന് സംശയമില്ല. ഈ വേദഭാഗത്ത് കാണുന്ന ആ കൃഷിക്കാരൻ്റെ ഭൃത്യന്മാർ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ദൂതന്മാരെ ഉദ്ദേശിച്ചിട്ടാണെന്ന് പറയുന്നത്. ദൂതന്മാർക്ക് ഒറ്റ നോട്ടത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന
നീതിമാന്മാരെയും പാപികളെയും തിരിച്ചറിയാൻ പറ്റും. ഗോതമ്പും കളകളും ഒറ്റ നോട്ടത്തിൽ അവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. പല മനുഷ്യർക്കും അത് കഴിയില്ല, ദൂതന്മാർക്ക് കഴിയും. അവരാകെ അസ്വസ്ഥരാണ്. ദൈവപുത്രൻ വിതച്ച ഗോതമ്പ് വയലിൽ കളകളിങ്ങനെ ഗമയോടെ തലയുയർത്തി നിൽക്കുന്നതിൽ അവരസ്വസ്ഥരാണ്. കർത്താവെ, ഒന്ന് അനുവദിക്കണം, ഞങ്ങൾ പോയി അത് പിഴുതുമാറ്റാം. പക്ഷേ കർത്താവ് അനുവാദം കൊടുക്കുന്നില്ല. എന്താണ് കർത്താവ് പറയുന്നത്? നിങ്ങളിപ്പോൾ അത് പിഴുതുമാറ്റിയാൽ അതോടൊപ്പം ചില ഗോതമ്പ് ചെടികൾക്കും ഹാനി സംഭവിക്കും. കൊയ്ത്തോളം ഒരുമിച്ച് വളരട്ടെ. നമുക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവമക്കളുടെ പല കുടുംബത്തിലും ഒരുപക്ഷെ അവരുടെ കുടുംബനാഥനായിട്ടുള്ള മനുഷ്യൻ അവിശ്വാസിയായിട്ടുള്ള മനുഷ്യനാവും. ആ അവിശ്വാസിയെ നീക്കിക്കളഞ്ഞാൽ അദ്ദേഹത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ആ കുടുംബത്തിൻ്റെ സന്ധാരണം അവതാളത്തിലാകും. ദൈവം തമ്പുരാൻ ഈ കാര്യം അറിയാം. അതുകൊണ്ട് കർത്താവ് പറയാണ്, കൊയ്ത്തുകാലത്തോളം ഒരുമിച്ച് വളരട്ടെ. അപ്പോൾ ഗോതമ്പിനെ കുറിച്ചുള്ള മുൻകരുതൽ നമ്മുടെ കർത്താവിനുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് പാപികള് നീതിമാന്മാരുടെ പാളയത്തിൽ തലയുയർത്തി നിൽക്കുന്നത്. ഗോതമ്പിനോടുള്ള കർത്താവിൻ്റെ കരുതൽ കൊണ്ടാണ്. ആ കരുതലിൻ്റെ ആനുകൂല്യം അനുഭവിച്ചുകൊണ്ട് ലോകത്തിൽ അവർ കഴിഞ്ഞുകൂടുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വീണ്ടും വീണ്ടും ആലോചിക്കണം. നമ്മുടെ ആത്മാവിൻ്റെയും നിത്യതയെയും സംബന്ധിച്ചുള്ള കാര്യമാണ്. ദൈവത്തിൻ്റെ വചനമാണോ ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ചാലകശക്തി എന്നത് നമ്മൾ പരിശോധിക്കണം. ഈ ലോകത്തിൻ്റെ തത്വസംഹിതകളോ ഉപദേശങ്ങളോ മറ്റു പലതുമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ചാലകശക്തി എങ്കിൽ നമ്മൾ ഗോതമ്പിനിടയിൽ ശത്രു വിതച്ച കളയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അതല്ല, നല്ല ഗോതമ്പ് വിത്തായിരിക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നു എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ, നാലാമതായിട്ടും അവസാനമായിട്ടും ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. കൊയ്ത്തുകാലത്തെ തരംതിരിവ്. 13:30 വാക്യം. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചു കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് എൻ്റെ കളപ്പുരയിൽ കൂട്ടിവെക്കാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു പറയുന്ന പ്രസ്താവനയാണിത്. താൻ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് അവിടുന്ന് പറയുന്നത്. താൻ ഇത് ഭാവിയിൽ കൽപ്പിക്കാൻ പോകുന്ന കാര്യമാണ്. കൃഷിക്ക് വിളവെടുക്കുന്ന ഒരു കാലമുണ്ട്, വിളവെടുപ്പിൻ്റെ ഒരു ദിവസമുണ്ട്. ഈ ലോകത്ത് വയലിൽ നിന്ന് ദൈവം കറ്റകളെ ശേഖരിക്കുന്ന ഒരു ദിവസമുണ്ട്. മനുഷ്യരെയെല്ലാം ദൈവം വിളിച്ച് കാലാന്ത്യത്തിൽ തൻ്റെ മുമ്പിൽ നിർത്തുന്ന ഒരു ദിവസമുണ്ട്. കൃഷിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ കൃഷിയാണ്. നീതിമാന്മാരായിട്ടുള്ള വ്യക്തികളെയാകുന്നു ദൈവവചനമാകുന്ന വിത്ത് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത്. ദൈവവചനം കൊണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെട്ടത് നീതിമാന്മാരാണ്. എന്നാൽ ശത്രുവായിട്ടുള്ള പിശാച് കള കൊണ്ട് ഉൽപ്പാദിപ്പിച്ചെടുത്തത് പാപികളായിട്ടുള്ള മനുഷ്യരെയാണ്. ഈ രണ്ട് ഇടത്തിൽപ്പെട്ടവരെയും വിളവെടുക്കുന്ന ഒരു ദിവസമുണ്ട്. സാത്താൻ കള കൊണ്ട് വിളയിച്ചെടുത്ത പാപികളായിട്ടുള്ള മനുഷ്യരെ നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് വേർതിരിച്ച് കറ്റകളായി കെട്ടും. കർത്താവ് ഉപമയാണ് പറഞ്ഞിരിക്കുന്നത്. കറ്റകളായി കെട്ടി കർത്താവിൻ്റെ ദൂതന്മാർ തീച്ചൂളയിലേക്ക് തള്ളിക്കളയും എന്ന് പ്രസ്താവിച്ചിരിക്കുകയാണ്. തീച്ചൂളയിലേക്ക് തള്ളിക്കളയും. അത് വലിയ ന്യായവിധിയാണ്. അത് നിത്യമായിട്ടുള്ള നരകമാണ്. എന്നാൽ നീതിമാന്മാരായിട്ടുള്ള മനുഷ്യർക്ക് അത് ഉദ്ധാരണത്തിൻ്റെ അവസരമാണ്. പിതാവിൻ്റെ രാജ്യത്തിൽ അവര് സൂര്യനെ പോലെ ശോഭിക്കും എന്നാണ് തിരുവെഴുത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ലോകത്തിലെ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും അവർ വിമോചിതരാകുകയാണ്. ഈ കളകളുടെ ഇടയിൽ, പാപികളുടെ ഇടയിൽ അനീതികളും അധർമ്മങ്ങളും സഹിച്ച് ജീവിച്ചിരുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വീണ്ടെടുപ്പിൻ്റെയും ആഹ്ലാദത്തിൻ്റെതുമായിട്ടുള്ള ഒരു അവസരമാണ്. അവർ സ്വർഗത്തിലെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓർക്കണം, പാപികളായിട്ടുള്ള മനുഷ്യർ കരച്ചിലിൻ്റെയും പല്ലുകടിയുടെയും ലോകത്തിലേക്ക് എറിയപ്പെടും എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കണം. ഈ സന്ദേശം ശ്രവിച്ച എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ, നിങ്ങൾ ഒരു ആത്മശോധന നടത്തണം എന്ന് വിനീതമായിട്ട് ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്താൽ രൂപാന്തരപ്പെട്ട ഒരു വ്യക്തിയാണോ നിങ്ങൾ? ഒരു കളയായിട്ടാണോ ഇപ്പോൾ ജീവിക്കുന്നത്? അതോ
ഗോതമ്പായിട്ടാണോ? ദൈവത്തിന് സ്വീകാര്യമായ നല്ല ഫലമാണോ നിങ്ങളിൽ ഉള്ളത്? നിങ്ങളത് നിങ്ങളെ തന്നെ വിലയിരുത്തണം എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഈ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ നമുക്കൊരു യാതനാസ്ഥലം നമുക്കൊരിക്കലും ദൈവം ഒരുക്കിയിട്ടില്ല എന്നോർക്കണം. മനുഷ്യർ സ്വർഗത്തിൽ തന്നോടൊപ്പം വസിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയല്ലോ കർത്താവായ യേശുക്രിസ്തു മനുഷ്യനായിട്ട് ലോകത്തിൽ വന്നത്. പാപികളായിട്ടുള്ള മനുഷ്യരെ നിത്യസ്വർഗത്തിലേക്ക് ഉയർത്തുവാൻ വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത്. അവനോട് ചേർന്ന് അവനിൽ വസിച്ച് അവൻ്റെ പാപപരിഹാര ബലിയിൽ വിശ്വസിച്ച് പാപക്ഷമയും നിത്യജീവനും പ്രാപിച്ച് പ്രിയപ്പെട്ടവരെ അവനിൽ വസിച്ച് നമ്മൾ ജീവിക്കണം. അതാണ് ശരിയായ ഗോതമ്പ് ഫലമായിട്ടുള്ള അനുഭവം, ജീവിതാനുഭവം അതാണ്. അതുകൊണ്ട് നമ്മൾ നമ്മെ തന്നെ ഈ അവസരത്തിൽ ഒന്ന് പരിശോധിക്കണം, നമ്മുടെ ജീവിതത്തെ തീർച്ചയായിട്ടും ഒന്ന് വിലയിരുത്തണം എന്ന് സ്നേഹപൂർവ്വം ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. കേട്ട വചനങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹ കാരണമായിട്ട് തീരട്ടെ എന്ന ആശംസയോടെ ഞാനിവിടെ നിർത്തുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് ഏറ്റവും മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന ബൈബിളിൽ സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ എല്ലാത്തിനും ഒരു സമയമുണ്ട്, എല്ലാത്തിനും ഒരു കാലമുണ്ട് എന്ന് നാം വായിക്കുന്നുണ്ട്. വിതപ്പാനൊരു കാലം, കൊയ്യുവാനൊരു കാലം, സംസാരിക്കുവാനൊരു കാലം, മിണ്ടാതിരിക്കുവാനൊരു കാലം, പറിക്കുവാനൊരു കാലം. അതെ, അങ്ങനെ എത്രയോ കാലങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ ന്യായവിധിക്കായും ഒരു കാലമുണ്ട്, ഒരു ദിവസമുണ്ട് എന്നുള്ളത് നാം ഭയത്തോടെ ഓർക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. നാം ഈ ഭൂമിയിൽ ചെയ്യുന്നതായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിനും ദൈവത്തിൻ്റെ കൽപ്പനകൾക്കുമെതിരെ നാം ചെയ്യുന്നതായിരിക്കുന്ന എല്ലാ പ്രവൃത്തികൾക്കും തക്കതായ പ്രതിഫലം പ്രാപിക്കുന്ന, തക്കതായ കണക്ക് കൊടുക്കേണ്ടി വരുന്നൊരു ദിവസം മരണത്തിന് ശേഷം നമുക്കുണ്ട് എന്നുള്ളത് വളരെ ഭീതിയോടെ നാം ഓർക്കേണ്ട ഒരു കാര്യമാണ്. പാപിയായിരിക്കുന്ന മനുഷ്യന് അർഹമായിരിക്കുന്നത് നിത്യമായിരിക്കുന്ന നരകമാണ്. എന്നാൽ പാപികളെയും നീതിമാന്മാരെയും വേർതിരിക്കുന്ന ഒരു ദിവസമുണ്ട്. നരകത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന ബൈബിൾ പറയുന്നത് നരകത്തിൽ കെടാത്ത തീയും അവിടെ യാതനകളും ഉണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നരകമെന്ന് പറയുന്നത്, സ്വർഗമെന്ന് പറയുന്നത് ദൈവമുണ്ട് എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ തന്നെ നാം വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ട രണ്ട് യാഥാർത്ഥ്യങ്ങളാണ്. അതിനെ നമുക്കൊരിക്കലും ഒഴിഞ്ഞു പോകുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി നമ്മെ രക്ഷിക്കുവാനായി ദൈവം ഒരുക്കിയതായിരിക്കുന്ന വഴിയെ നാം കാണാതെ പോകരുത്, നാം അതിനെ അവഗണിക്കരുത്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു മരിച്ചത് എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ്. നാം മരിക്കേണ്ട സ്ഥാനത്ത് കർത്താവായ യേശുക്രിസ്തു മരിച്ചു. ദൈവത്തോട് സമനായിരുന്ന, ദൈവത്തോടു കൂടെ ആയിരുന്ന ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തു ദൈവസമത്വം മുറുകെ പിടിച്ചോളണമെന്ന് വിചാരിക്കാതെ ഈ ഭൂമിയിലേക്ക് വന്നത് എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ശിക്ഷകൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു വന്നത്.
പ്രിയപ്പെട്ടവരെ, ആ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ രക്ഷിതാവായി സ്വീകരിക്കുന്നുവെങ്കിൽ, കർത്താവ് ഞാനൊരു പാപിയാണ്, എനിക്ക് വേണ്ടി അങ്ങ് മരിച്ചു എന്ന് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ ആ വിശ്വാസവും അംഗീകരണവും നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷയിലേക്ക് നമ്മെ നയിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വരാനിരിക്കുന്ന മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്കുള്ള ഉറപ്പും പ്രത്യാശയും പ്രാപിച്ച് സന്തോഷമുള്ള മരണത്തെ സന്തോഷത്തോടുകൂടെ ധൈര്യത്തോടുകൂടെ അഭിമുഖീകരിക്കുന്ന ആ ഒരു ജീവിതത്തിലേക്ക് വരുവാൻ ദൈവം നിങ്ങളേവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായിരിക്കുന്ന ഞങ്ങളുടെ പിതാവേ, നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, മനുഷ്യൻ്റെ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല, മറിച്ച് മരണത്തിനപ്പുറം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ചെയ്തതായിരിക്കുന്ന എല്ലാ പ്രവൃത്തികൾക്കും കണക്ക് കൊടുക്കേണ്ടി വരുന്നൊരു ദിവസമുണ്ട് എന്ന് ഞങ്ങൾ ഭയത്തോടെ ഓർക്കട്ടെ. എന്നാൽ പാപിയായിരിക്കുന്ന മനുഷ്യന് വേണ്ടി, അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവമൊരുക്കിയതായിരിക്കുന്ന രക്ഷാകര പദ്ധതി അത് നസ്രായനായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മനുഷ്യൻ്റെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് രക്തം ചിന്തി മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൽ വിശ്വസിച്ച്, കാൽവരിയാഗത്തിൽ വിശ്വസിച്ച് ആ കർത്താവിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വരികയും ഞങ്ങൾ രക്ഷ പ്രാപിക്കുകയും ചെയ്യും എന്ന് ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, ആ കർത്താവായ യേശു ക്രിസ്തുവിനെ ഇന്ന് വചനം കേട്ട ഈ നിമിഷത്തിൽ തന്നെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവമക്കളായി തീരുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കർത്താവ് കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു, യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ഈ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ്, 126 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിച്ചാലും അതിനുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുവാനായി സത്യസത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമാ.